ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വെയിൽസിലേക്കുള്ള യാത്രയിൽ തുടക്കം തന്നെ ഒരു അബദ്ധത്തിലാണ് ആരംഭിച്ചത്. വെയിൽസിലേക്ക് പോകാൻ വേണ്ടി 2 ദിവസം മുമ്പേ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഫുള്ള് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ട്രെയിനിൽ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു. പക്ഷേ വന്ന ട്രെയിൻ വെയിൽസിലേക്കുള്ളതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് വെയിൽസിലേക്കുള്ള ട്രെയിൻ ആയിരുന്നു എന്ന്. നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചെന്ന് കയറാനൊന്നും ഇവിടെ പറ്റില്ല. ഈ ഒരു ചെറിയ അബദ്ധത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 2 മണിക്കൂറായിരുന്നു. കൂടാതെ 1 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റും. അങ്ങനെ എന്തുകൊണ്ടും സ്റ്റാർട്ടിങ് തന്നെ നല്ല ബോറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രസ്റ്റണിൽ നിന്നും വെയിൽസിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. നമ്മൾ 3 ട്രെയിൻ മാറി കയറിയാലാണ് വെയിൽസിൽ എത്തുള്ളൂ. ട്രെയിനിൻ്റെ സമയവും ദിവസവും അനുസരിച്ച് ഈ ഒരു ട്രെയിൻ മാറിക്കയറുന്ന എണ്ണം വ്യത്യാസപ്പെടാം. പ്രസ്റ്റണിൽ നിന്നും വെയിൽസിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 6.5 മണിക്കൂറായിരുന്നു അവിടെ എത്താൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായ വിഷമമെല്ലാം ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ തുടങ്ങി മാറി. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള വ്യൂസ് ആയിരുന്നു ഞങ്ങളെ അവിടെ കാത്തിരുന്നത്. ഇനി നമുക്ക് വെയിൽസിനെ പറ്റി കൂടുതൽ അറിയാം. വെയിൽസ് അതിമനോഹരമായ പർവ്വതനിരകൾക്കും അതിശയിപ്പിക്കുന്ന തീരപ്രദേശങ്ങൾക്കും പുരാതന കോട്ടകൾക്കും വെയിൽസ് പ്രശസ്തമാണ്. ശക്തമായ ഒരു സാംസ്കാരിക സ്വത്വവും അതിൻ്റെതായ ഒരു ഭാഷയും ഉള്ളതിനാൽ ചരിത്രവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. ഞങ്ങളുടെ യാത്ര ഒരു പകുതി മുക്കാല് ആയിക്കഴിഞ്ഞപ്പോൾ ചില റെയിൽവേ സ്റ്റേഷന്റെ പേരുകളൊന്നും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. സംഭവം ഇംഗ്ലീഷ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഒരു രീതിയിലും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മൊത്തം കൺഫ്യൂഷനായി. പക്ഷെ വെയിൽസിലെത്തി കസിൻ ബ്രദർ പറഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതായത് വെയിൽസിൽ 2 ലാംഗ്വേജ് ഉണ്ട്, ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും. ഇവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് വെൽഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിൽ ഒന്നായ വെൽഷ് ഇപ്പോഴും രാജ്യത്തുടനീളം വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. ട്രെയിൻ സ്റ്റേഷനുകൾ മുതൽ റോഡ് അടയാളങ്ങൾ വരെ എല്ലായിടത്തും ദ്വിഭാഷാ അടയാളങ്ങൾ നമുക്ക് കാണാം. ഇംഗ്ലീഷിനൊപ്പം സംസാരിക്കുന്ന മനോഹരമായ വെൽഷ് ഭാഷ കേൾക്കുന്നത് രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ്. വെൽഷ് സംസ്കാരം കഥ പറച്ചിൽ, കവിത, സംഗീതം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ രാജ്യം കൊട്ടാരങ്ങളുടെ നാട് എന്നും അറിയപ്പെടുന്നു. 600-ലധികം ചരിത്ര കോട്ടകൾ അതിന്റെ മധ്യകാല ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി നിലകൊള്ളുന്നു. ഞങ്ങൾ വെയിൽസിലേക്ക് പോകുന്നത് വിന്റർ ടൈം ആണെങ്കിലും ഏകദേശം അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. ശരിക്കും വിന്റർ ടൈമിന്റെ ആരംഭത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ കാണുന്ന മലകളും കുന്നുകളും എല്ലാം മഞ്ഞ് മൂടി കിടക്കും. അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഈ ഒരു വെയിൽസ് യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടില് മൂന്നാറ്, ഇടുക്കിയിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. അതുപോലെയുള്ള കുറേ മലകളും കുന്നുകളും ഒക്കെ നമുക്ക് ഈ ഒരു യാത്രയിലും കാണാൻ പറ്റി. ഒരു സിറ്റി ഒന്നുമല്ല, തികച്ചും ഒരു ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയാം. ഗ്രാമീണ ഭംഗി നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലം. ഇനി ഇവിടുത്തെ വീടുകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവയുടെ കൺസ്ട്രക്ഷൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ്, പോകുന്ന വഴിയിൽ നമുക്ക് നല്ല ചെമ്മരിയാടുകളെ കാണാൻ പറ്റും. അതെങ്ങനെ പുൽമേടുകളിലും കുന്നുകളിലെല്ലാം മേഞ്ഞു നടക്കുന്നത് കാണാം. ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട റെയിൽവേ സ്റ്റേഷനുകളായാലും ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. ഞങ്ങൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്ലാറ്റ്ഫോമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങളുടെ സ്ഥലം എത്തി. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് മിൻഫോർഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീടെത്തും. അപ്പോൾ നമ്മളിനി വെയിൽസിലെ കുറേ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വരട്ടെ. അതുവരെ സ്റ്റേ ട്യൂൺ, ബൈ.